എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ ഏറ്റവും കൂടുതൽ തകർച്ച അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ചാണ്. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ചാണ്. ഇടയ്ക്ക് നമുക്കറിയാം, ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക പടങ്ങളും അഞ്ച് ദിവസം പോലും ഓടുന്നില്ല. തിയേറ്ററിൽ നിന്ന് 5 ദിവസം 3, 4, 5 ദിവസം അതിൽ കൂടുതൽ ഓടാറില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി, ഇതിൻ്റെ കഥ, സംഗീതം, ഡയറക്ഷൻ, ഈവൻ ക്യാമറ ഒന്നും മൂല്യമില്ലാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൽ പഴയ കഴിവുള്ള ടെക്നീഷ്യൻസ് ആരും തന്നെ ഇപ്പോൾ ഈ രംഗത്ത് കാണാറില്ല. അപ്പോൾ ഞാൻ അറിയുന്ന ചില ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേഴ്സിനെയും കഥാകൃത്തുക്കളെയൊക്കെ കണ്ടെങ്കിലും അവരിൽ നിന്നും കിട്ടിയ ചില ഇൻഫർമേഷൻ വളരെ അത്ഭുതകരമായ രീതിയിൽ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ഒരു ഡയറക്ടർ പറഞ്ഞത്, പലരും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് ഡയറക്ഷൻ ചെയ്യാൻ. ബട്ട് ഈ സമീപിക്കുന്നവർ ആരും തന്നെ മുൻകാലങ്ങളിൽ പടമെടുത്ത് പരിചയമുള്ളവരല്ല. എന്നാൽ ഇവരിൽ ആവശ്യത്തിനുള്ള ക്യാഷുണ്ട്. അതേത് ബഡ്ജറ്റാൽ ഇവർ ഡയറക്ടർ ചോദിക്കുന്ന എന്ത് തുകയും കൊടുക്കാൻ അവർ സന്നദ്ധരുമാണ്. പക്ഷെ അവർക്ക് ആവശ്യം ഡയറക്ടറുടെ പേരാണ്. പക്ഷെ അതിന് അദ്ദേഹത്തിന് യോജിക്കാൻ ബുദ്ധിമുട്ടായി. കാരണം ആദ്യമേ ഈ പ്രൊഡ്യൂസേഴ്സ് വയ്ക്കുന്ന ചില ഡിമാൻഡ്സുകളുണ്ട്. ഒന്ന്, അവർ തരുന്ന കഥയായിരിക്കണം സിനിമയ്ക്ക് എടുക്കേണ്ടത്. അവർ തരുന്ന ടെക്നീഷ്യൻസിനെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അവർ പറയുന്ന മ്യൂസിഷ്യനെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അങ്ങനെ എല്ലാ ഇതും അവർ തന്നെ അങ്ങോട്ട് നേരിട്ടെടുക്കും. ഈവൻ നടന്മാരെയും അവർ പറയും. അത് കഥയ്ക്ക് യോജിച്ചവരോ എന്താണോ അതൊന്നും അതവിടെ ഒരു കാര്യമേ അല്ല. അവർ പറയും അത് ചെയ്യുക, ക്യാഷ് എത്ര ചോദിക്കുക, തരും. അപ്പോൾ കുറച്ചെങ്കിലും ആ തൊഴിലിനോട് മാന്യത ഉള്ളവർ അത് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ സ്വയമേ തന്നെ വേണ്ടതുപോലെയൊക്കെ ചെയ്യും. അതിൽ തന്നെ അങ്ങനെയുള്ള കഥകളാണ് സിനിമകളായി മാറുന്നത്. ഇനി ഇവർക്ക് ഈ ഫൈനാൻസ് സോഴ്സ് എവിടെ നിന്നാണെന്ന് അത് പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സിന് സംസാരിച്ച് പറഞ്ഞത്, ഇവർക്ക് ഫൈനാൻസ് സോഴ്സാണ്. അപ്പോൾ അതിൽ പല സോഴ്സുണ്ട്. ഒന്നുകിൽ പൂർവികർ ഉണ്ടാക്കിയ എന്തെങ്കിലും സ്വത്തൊക്കെ വിറ്റ കാശായിരിക്കും, അല്ലെങ്കിൽ ഇത്ര ലാവിഷായിട്ട് അവർ ചിലവാക്കിയില്ല. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾക്ക് ഉണ്ടാക്കി, അത് കള്ളക്കടത്താകാം, മയക്കുമരുന്നാകാം, ഈവൻ ഹവാലപ്പണമാകാം, ബ്ലാക്ക് മണിയാകാം, ഗുണ്ടാഗിരിയിൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ഇതാകും. പക്ഷേ ഇതിനെപ്പറ്റി ഈ ഫൈനാൻസ് സോഴ്സിനെ കുറിച്ച് ആരും ശ്രദ്ധിക്കാറില്ല. ഈ ഇൻകം ടാക്സുകാർ അങ്ങനെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സ് അവരൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും ഈ ഭാഗത്തോട്ട് ചിന്തിക്കുന്ന യാതൊരു ഇൻട്രസ്റ്റും അവർ കാണിച്ചിട്ടില്ല. കാരണം അതൊരു പ്രത്യേക മേഖലയാണ്. പക്ഷേ എങ്കിൽ തന്നെയും ഇവർ ഈ ടാക്സ് പിടിക്കാനും ഈ ഫൈനാൻസ് സോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഡിപ്പാർട്ട്മെൻറ്റുകാർ എന്താണെന്നറിയില്ല. പക്ഷെ അവരൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇവരുടെ ഈ ഫൈനാൻസ് സോഴ്സ് ഒന്ന് കണ്ടെത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇവർക്ക് മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഒരു അക്കൗണ്ട്സ് ഇല്ലാത്ത പൈസ ആയിരിക്കാം. അത് വളരെ ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമ്മുടെ രാജ്യ സുരക്ഷാ കാര്യങ്ങളിൽ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലുള്ള മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഈ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഒന്ന് അലാം ചെയ്യുന്നതിന് നന്നായിരിക്കാം. ഇനി ഇപ്പം നടക്കുന്ന സിനിമകളെന്ന് വെച്ചാൽ, ഇപ്പോൾ മുമ്പത്തെ തിയേറ്റർ വലുതായിട്ടൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മാളുണ്ടെങ്കിൽ അവിടെ എൻ്റെ മോളിൽ ഒരു ഹാള് സെറ്റപ്പ് ചെയ്ത് അവിടെ 50-100 സീറ്റ് സെറ്റ് നല്ല വെൽ ഫർണിഷ്ഡ് ആകും. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ
ഒരു 8 മണിക്കൂറിന് ശേഷം നൈറ്റ് 12 മണി വരെ പല പടങ്ങളിങ്ങനെ മാറി മാറി നടക്കും. അവിടെ പോയി കാണുന്നതാരാ? ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ നടക്കുന്ന പടത്തെക്കുറിച്ച് അവർക്കറിയില്ല. അതൊരു കഥയുള്ള പടമായിരിക്കണം എന്നൊക്കെ പുതിയ ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് ഇവരെ പുതിയ നടീനടന്മാരായിരിക്കും. അപ്പം മോസ്റ്റ്ലി കുറച്ച് വിവരമുള്ളവർ അവർ ആ പടം ഒന്നും കാണാൻ കുടുംബസമേതം പോകത്തില്ല. കാരണം ഒന്നിച്ചിരുന്ന് കാണുന്ന രീതിയിലുള്ള കഥകളല്ല അവരവിടെ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ പോകുന്ന മെയിൻ ഓഡിയൻസ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാർ പിള്ളേർ. അവരാണ് ചില മയക്കുമരുന്നൊക്കെ അടിച്ച് വല്ല കഞ്ചാവൊക്കെ അടിച്ചിട്ട് പോയിരിക്കുമ്പോൾ ഒന്നും അറിയില്ല. ഇനി ആ തിയേറ്ററിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ തിയേറ്ററിൻ്റെ അകത്ത് ഉണ്ടാകുന്ന അനുഭവം ഒരിക്കൽ ഞാൻ അങ്ങനെ ഒരു പടത്തിന് ഞാൻ അപ്പം തന്നെ ഹാർഡ്ലി ഞാൻ 6-7 മിനിറ്റ് ഞാൻ പുറത്തിറങ്ങി സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ മറ്റൊരു ഓപ്പോസിറ്റ് ഒരു ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ഒരു രീതിയിൽ സഹിക്കാൻ പറ്റുന്ന അരോചകമായ സൗണ്ട്. അതാണ് ഇവരുടെ മ്യൂസിക്. പിന്നെ ഇവരുടെ പാട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല അത് ഏത് ലാംഗ്വേജ്, തമിഴാണോ മലയാളമാണോ തെലുങ്കാണോ കന്നഡയാണോ ഒന്നും അറിയാൻ പറ്റില്ല. എന്തൊക്കെയോ അത് പാട്ടൊരുപണ കലകു കപ്പക്കനൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ ഒരു മറുഭാഷ പോലെയാണ്. ചില ഈ ആൾക്കാരൊക്കെ ഉണ്ട്, ഈ ക്രിസ്ത്യാനികൾ ഈ മറുഭാഷ ചൊല്ലാറുണ്ട്, ആർക്കും ഒന്നും മനസ്സിലാകില്ല. അതേപോലെയാണ് ഇവരുടെ സംഗീതം. അപ്പോൾ അതിന് ആ ക്വാളിറ്റി കാണത്തില്ല. ഇനി അഭിനയിക്കാൻ കൊണ്ടുവരുന്ന പിള്ളേർ എന്നെങ്കിൽ ഈ കൂടുതലും ഈ ആഡ് മൂവിയിലൊക്കെ ഉള്ള നോർത്ത് ഇന്ത്യയിലുള്ള പിള്ളേരെയൊക്കെയാണ് ഇവർ കൊണ്ടുവരിക. പിന്നെ ഇവർക്ക് ഒരു കാരവൻ കാണും, വെൽ ഫർണിഷ്ഡ് കാരവൻ. ഈ കാരവൻ ഈ കുട്ടികൾ ഈ നടിക്കാൻ വരുന്ന പെണ്ണ അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. അകത്തിരിക്കുന്നിട്ട് ആ ടാഗ് എടുക്കാൻ നേരത്തെ മാത്രം ഇവർ ഇങ്ങടയ്ക്ക് പുറത്ത് വരും. അപ്പോൾ ടാഗ് എടുത്തു കഴിഞ്ഞാൽ അവർ തിരിച്ചു പോകും. അവർ അവിടെ നിൽക്കില്ല. അപ്പോൾ ഒരു മേക്കപ്പിന് ആരെങ്കിലും ഒരെണ്ണം കൂടെ കാണും. കാര്യം അവർ പുറം ലോകം അറിയുന്നവർക്ക്, ചിലർക്ക് മലയാളവും ശരിക്കും അറിയില്ല. അപ്പോൾ ഒരു സിനിമ എന്നുള്ള രീതിയിലൊക്കെ ഏതോ ടോയ്കളെ കൊണ്ടുവരുന്നു. അത് അവർ എന്തോ ഒരു സംതിങ് ഡിഫറൻറ്റ്, ഒരു സിനിമയുടെ ഒരു മാന്യത ഒന്നും അവിടെ കാണാറില്ല. ആ ഷൂട്ടായാലും എന്തായിരുന്നു. ഇനി അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ മുടി വളർത്തിയവരും കുറേ താടിക്കാരും ഒക്കെ ആയിരിക്കും. ഇതൊക്കെ എല്ലാം പകുതിയും ഏതാണ്ട് ഒരു 60% കഞ്ചാവ് ടീമാണ്. ഒരു ലെവല് കാണത്തില്ല. അപ്പോൾ ഇവിടെ തന്നെ അപ്പം തന്നെ എഡിറ്റ് ചെയ്ത് അപ്പം തന്നെ കാണാം. ഹലോ ഹോ എന്ന് പറഞ്ഞാൽ ഓക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ അവരങ്ങിപ്പോൾ വൈകുന്നേരം റൂമിലൊക്കെ എവിടെയെങ്കിലും എത്തി അവിടെ പോയി കള്ളു കുടിച്ച് അവിടെ ലെവലിലടക്കും. പിറ്റേന്ന് രാവിലെയൊക്കെ വരും. കാര്യം ഇതിന് ബോധം കാണത്തില്ല. ആ ഒരു തരത്തിലുള്ള ആൾക്കാർ നിറഞ്ഞ ഒരു ഇൻഡസ്ട്രിയായിട്ട് ഇപ്പോൾ സിനിമാ ലോകം മാറിയിരിക്കുന്നു. വളരെ വളരെ മോശം. ഒരു കഥാമൂല്യങ്ങളില്ല, നല്ല ഡയറക്ടേഴ്സ് ഇല്ല, ഒരു മെസ്സേജ് സിനിമയിൽ കൊടുക്കാനില്ല. ഇങ്ങനെയൊക്കെയുള്ള ആകെ വഷളാക്കിയ ഒരു രീതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു വീക്ഷണത്തിൽ മനസ്സിലാക്കപ്പെടുന്നത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഈ മൂവിയെല്ലാം മാറിക്കഴിഞ്ഞ് അവസാനം ആ മൂവിക്ക് വരുന്ന ബ്ലൂ മൂവി ആ സ്ഥാനം പിടിക്കും. കാരണം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുമാണ് ഇന്നത്തെ യങ് ജനറേഷൻ കൊണ്ടു നടക്കുന്ന ഈ സിനിമാ ലോകം. ഇപ്പോൾ ഏതാണ്ട് യങ് ജനറേഷൻ്റെ കയ്യിലാണ് ഇപ്പോൾ സിനിമാ ലോകം മൊത്തം മാറിയിരിക്കുന്നത്. കാരണം ഇവരാരാണ് എന്താണ് ഒരൊറ്റ സിനിമയാണ്, ഒരു സിനിമയുടെ അവരുടെ പണി തീർന്നു. പിന്നെ അടുത്ത സിനിമയ്ക്ക് അവരുണ്ടാവില്ല. അവരെവിടെ പോയി എന്തുകൊണ്ടെന്ന് ആർക്കും ഒരറിവുമില്ല. അത് ഒരു ബുദ്ധിമുട്ട്. ഇനി വേറൊരു ബുദ്ധിമുട്ട്, ചില നടന്മാരും നടിമാരും ആഭാസത്തരം കാണിച്ച് ഇൻഡസ്ട്രിയെ തകർത്ത് തരിപ്പണമാക്കി നടക്കുന്ന കുറേ ആഭാസന്മാരുണ്ട്. ഞാൻ പേര് വിടുന്നാലും ഒരുത്തൻ അവൻ എവിടെ പോയാലും പ്രശ്നമാണ്. ഈ ഇടയ്ക്ക് കൊല്ലത്ത് പോയി ഒരു ബോളം ഉണ്ടാക്കി. ഇവൻ കള്ള എപ്പോഴും. കാര്യം ഇവൻ കുറേ പടത്തിൽ ഇവൻ്റെ മെയിൻ റോളെന്ന് ഗുണ്ടയാണ്, ഗുണ്ട അഭിനയമാണ്. പക്ഷേ ഇവന് ഡയറക്ടർമാർക്കുള്ള ഈ പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടർമാർക്കുള്ള ഒരു ഗുണം എന്താ, ഇവനെ മേക്കപ്പ് ഇടേണ്ട കാര്യമില്ല. ഇവന് വന്ന് ഒരു നീഗ്രോ ഇടുന്ന ഒരു സ്ലാക്ക് ഷർട്ടും ഒരു കൈമുണ്ടും ഒരു ഇവിടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഉടഞ്ഞ കണ്ണാടി വെച്ച് ഇവൻ അസൽ ഗുണ്ടയായിട്ട് പറയണം. ബൈ നാച്ചുറലി അവൻ്റെ ശരീരഘടന, അവൻ്റെ കളറും അവൻ്റെ മുഖവും അവൻ്റെ ഭാവങ്ങളും തനി ഗുണ്ടയാണ്. ഇവന് അറിയില്ല, ഇവനെക്കുറിച്ച് ഇവന് ശരിക്കറിയില്ല. ഈ ഗുണ്ട പടത്തിലൊക്കെ ഏതെങ്കിലും ഗുണ്ടാറുള്ള ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏതോ ഒരു വലിയ ഒത്തിരി ഫേമസ് ആർട്ടിസ്റ്റ് അഭിനയിച്ച പടത്തിൽ ഇവൻ ഗുണ്ടയായിട്ട് പോയി. ആ അടിപൊളിയാണെന്നൊക്കെയാണ് കേട്ടത്. ബട്ട് ഞാൻ ആ പടമൊന്നും കണ്ടില്ല. അതിലുള്ള വേഷം ഇതൊക്കെ എനിക്കറിയില്ല. അതിൽ ഇവന് ഒത്തിരി കാശൊക്കെ കൂടി, ഒരു കിട്ടിയപ്പോൾ അവന് അഹങ്കാരം കൂടി.
അഹങ്കാരം കൂടി പോയി എവിടെ പോയാലും ആൾക്കാരിട്ട് തല്ലുകൂടുക, ബാറിൽ കയറി അവിടെ ബഹളം വയ്ക്കുക. അവന് തനി ഒരു ഗുണ്ട, അവൻ എടുക്കുന്ന റോൾ എന്താണ് അതേ ഗുണ്ടാത്തരം അവൻ പുറത്ത് കാണിക്കും. പോലീസുകാരായിട്ട് തല്ലുകൂടുക, ഞാൻ ആരെന്നറിയാവുന്ന, ഇവൻ ആരാ? അപ്പോൾ ഇവനെയൊക്കെ ഇങ്ങനെയുള്ള നായ്ക്കൾ, അതുപോലെ തന്നെ ചില നടികൾ, അത് അതിനേക്കാളും വിഷം പിടിച്ച സാധനമൊക്കെ അതൊക്കെ ഡ്രസ്സ് അടിക്കും, എവിടെ അടിക്കണം, എവിടെ എന്താണെന്നല്ലേ, അവിടെ DJ പാർട്ടി എല്ലായിടത്തും ഒന്നിച്ചു കൂടും, മുണ്ടില്ലാതെ ഓടും, കള്ളടിക്കും, ഡ്രഗ്സ് അടിക്കും. ഇങ്ങനെ ഈ ഇൻഡസ്ട്രീനെ തകർത്ത് തരിപ്പണമാക്കി ആ മൂല്യങ്ങളെ നശിപ്പിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം വളരെ വളരെ ശോചനീയമായിരിക്കും. എനിക്ക് ഒന്ന് പറയാനുള്ളത്, ഈ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറോടും കേരളത്തിൻ്റെ ഈ തമിഴ്നാട് ചേംബറോടും ഇവരൊക്കെ പറയാനുള്ളത്, അതായത് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഈ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജിൽ ഉണ്ടാകുന്ന പടങ്ങളിൽ ഇങ്ങനെയുള്ള അലവലാദികൾ, ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നാറ്റാൻ നടക്കുന്ന അലവലാദികളെ ഒരിക്കലും ഒരു സിനിമയ്ക്കെടുത്താണ് റോള് കൊടുക്കാൻ പാടില്ല. ഇവനൊരു 5 വർഷം മാറ്റി നിർത്തി ഇവൻ മര്യാദ പഠിച്ചോളും. കാര്യം ഇവനൊക്കെ ഒരു പൂച്ചാന്താടിയും വെച്ചിട്ട് ഇവൻ എന്തെങ്കിലുമൊക്കെ ഒത്തിരി പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ അഹങ്കരിക്കുകയാണ്. ഇവൻ ആരെപ്പോലും എന്തിനും തെറി വിളിക്കാൻ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ കേട്ടത് ഒരു വനിതാ പോലീസിനെ ഇവൻ ഹറാസ് ചെയ്തെന്നാണ്. ഇറ്റ് ഈസ് ടു ബാഡ്. ഇവനൊക്കെ ഇങ്ങനെ വച്ച് പുലർത്താൻ പാടില്ല. കാരണം ചില നിയമങ്ങൾ ഇവനെ പിടിച്ച് പോലീസിലെങ്ങനെ കൊണ്ടുപോയി അവനെ ജാമ്യം എടുക്കാൻ ആൾക്കാർ അവിടെ വന്ന് നിൽക്കും. കാര്യം ഇതേ ടൈപ്പ് ക്യാരക്ടേഴ്സ്. കാര്യം ഇവനെ വച്ച് പടമെടുക്കുന്ന ചില നായ്ക്കളുണ്ട്. ആ തെണ്ടികളാണ് ഇവനൊക്കെ പോലുള്ളവന്മാരിങ്ങനെ വളർത്തി വിടുന്നത്. സോ ഈ നമ്മുടെ ഇൻഡസ്ട്രീസിനെ ഇങ്ങനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നാം നോക്കി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് എനിക്കാകെ ഒന്ന് പറയാനുള്ളത്, ഈ പൂർവ്വകാല ഡയറക്ടേഴ്സിനും കഥാകൃത്തുക്കളോടും ഒക്കെ പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടി യുണൈറ്റഡായിട്ട് ചേർന്ന് കേരളക്കാർക്ക് എന്തെങ്കിലും ഒരു കാണാൻ പറ്റുന്ന, ഫാമിലിയായിട്ട് കാണാൻ രീതിയിലുള്ള എന്തെങ്കിലും പടങ്ങൾ റിലീസ് ചെയ്താലും. പക്ഷേ ചിലവർക്ക് അതിന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും. ആ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആ ക്ലേശങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഫിലിം ചേംബറൊക്കെ ഉണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും മൂലധനങ്ങൾ കാണുമല്ലോ. അതിൽ ചോദിച്ച് അവരുടെ നേതൃത്വത്തിൽ കൊള്ളാമെന്നല്ല പഴയകാല ഡയറക്ടറിനെ കഴിവുള്ളവരെ വിളിച്ച് പടങ്ങൾ റിലീസ് ചെയ്ത് ഈ സിനിമാ ലോകത്തെ ഒന്ന് പിടിച്ചു നിർത്തുക. ഇല്ലെങ്കിൽ ഈ നമ്മുടെ സിനിമ നാളെ ബ്ലൂ മൂവിയുടെ കോട്ടകളായി മാറിപ്പോകും. നമ്മുടെ വരും തലമുറയ്ക്ക് അത് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ ഫിലിം ചേംബർ, പ്രത്യേകിച്ച് കേരളത്തിലെ ഫിലിം ചേംബർ ശരിയായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുക, ഇമ്മീഡിയറ്റായിട്ട് ആക്ഷൻ എടുക്കുക, നല്ല കഴിവുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക, നല്ല കഥകളുമായി വരുന്നവരെ അവർക്ക് നല്ലൊരു ഡയറക്ടറായിട്ട് ബന്ധപ്പെട്ട്, നല്ല സംഗീതം കൊടുക്കുന്നവരെ ബന്ധപ്പെട്ട്, ഗാനരചനക്കാരിൽ പരിചയപ്പെടുത്തി അവനൊരു കോർഡിനേഷൻ ഉണ്ടാക്കി വർഷത്തിൽ 2-3 പടമെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. അതിലൂടെ നല്ല ആൾക്കാർ മുന്നിൽ വരും. അല്ലാതെ ഈ കോക്രിയാട്ടം കാണിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം തിയേറ്റർ ഇനിയെല്ലാം അടച്ചു പൂട്ടും. കാര്യം അവർക്ക് പടമില്ല. കാര്യം അവർക്ക് 2-3 ദിവസം കൊണ്ട് പടം ഒട്ടിച്ചുകൊണ്ട് അവർക്ക് മുതലാകത്തില്ല. അവരുടെ കറണ്ട് ചാർജും അതെല്ലാം കൂടെ മുതലാകില്ല. അതുകൊണ്ട് ചെയ്യാവുന്നുള്ള ഒരു കാര്യം, ഇങ്ങനെയുള്ള ഇതിൽ ചേംബർ ഇടപെടുക. വിവരക്കേട് കാണിക്കുന്ന ഈ ഫിലിം ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞ് പുറത്തു പോയി കിടന്ന് ഈ തല്ലിപ്പിടുത്തരവും ഗുണ്ടായിസം കാണിക്കുന്നവരെന്നൊക്കെ മാറ്റി നിർത്തുക. നല്ല അഭിനയിക്കാൻ കഴിവുള്ളവരെ, വളരാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഫിലിം ചേംബർ മുന്നോട്ടിറങ്ങി വരിക. അതിൽ കൂടെ മാത്രമേ നമ്മുടെ ഈ സിനിമാ ലോകത്തെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സിനിമാ ലോകം തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ 2-3 സീനിയർ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അവരെ കൊണ്ട് മാത്രമേ ഈ സിനിമാ ലോകത്ത് എല്ലാം ചെയ്യാൻ പറ്റൂ. അവർക്ക് വർഷത്തിൽ 1-2 ഫിലിം ചെയ്തുകൊണ്ട് കാര്യമില്ല. അതൊരു ബിഗ് ബഡ്ജറ്റായിപ്പോയി. അവരുടെ ബിഗ് ബഡ്ജറ്റ് എല്ലാവർക്കും സിനിമ ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ നല്ല കഴിവുള്ള പഴയ ആൾക്കാരുണ്ട്. അവരെ ഒന്ന് കോർഡിനേറ്റ് വേണ്ട രീതിയിൽ നല്ല പടങ്ങൾ വരട്ടെ. നമ്മുടെ സിനിമാ ലോകത്തിന് നമ്മുടെ ആ പഴയ പഴയ പേരും പെരുമയും ആ പ്രസക്തിയും നമ്മളുണ്ടാക്കണം. നമ്മൾ അന്തരിച്ചു പോയ കാലങ്ങളുടെ ആഴ്ത്തറയിൽ മറഞ്ഞുപോയ നമ്മുടെ തിക്രൂശിയും സത്യനും നസീറും ഒടുവിൽ ഉണ്ണികൃഷ്ണനും നമ്മുടെ കൊട്ടാരക്കരയും നമ്മുടെ തിലകനും
ഇങ്ങനെ പോകുന്ന നമ്മുടെ മാള, ദെൻ മമുക്കോയ, അങ്ങനെ പോകുന്നു ഉമ്മാർ, ഇങ്ങനെയുള്ള പഴയ ആൾക്കാരെല്ലാം അവരുടെ ഓർമ്മകൾ ഇന്ന് നമ്മുടെ സിരകളുണ്ട്. അവിടെ സിനിമകൾ കണ്ട് വളർന്നവരാണ്, അത് കണ്ട് നമ്മൾ എൻജോയ് ചെയ്തവരാണ്. അവരിൽ കൂടി നമുക്കറിയാൻ പറ്റിയ അവരുടെ കഥകൾ, അവരുടെ കഥാപാത്രങ്ങൾ, അവന്നുണ്ടായിരുന്ന അതിലേക്ക് നമ്മുടെ സിനിമ മാറേണ്ടതുണ്ട്. സിനിമ എത്ര ഈ തമിഴ്നാട് എന്തോ ഒരു രസമായിരിക്കുന്നു. അവർ കുടുംബത്തോടൊപ്പം അവർ സിനിമയ്ക്ക് പോകണം, യാതൊരു കുഴപ്പമില്ല, ദേ ആർ ഹാപ്പി. പക്ഷെ ഇവിടെ കുടുംബത്തോടൊപ്പം പോകുന്ന ഒരു പടം പോലും നമ്മളുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാ ഈ ന്യൂ ജനറേഷൻ പിള്ളേരെന്ന് പറഞ്ഞാൽ മൊത്തം ഇൻഡസ്ട്രിയെ തകർത്ത് തരിപ്പണമാക്കി അവർക്ക് ഇഷ്ടമുള്ള പിള്ളേരെയും ആൾക്കാരെയും കൊണ്ടുവന്ന് ഉള്ള കുണ്ടാമിട്ടിത്തരയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ സിനിമാ ലോകത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി പബ്ലിക്സും ചേംബറും എല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ചാലും കുറേ അധികം കലാകാരന്മാർ, ഇതുകൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാരുണ്ട്. അവർക്ക് എല്ലാ വേഷവും കിട്ടാൻ പറ്റത്തില്ല. അത് കലാകാരൻ, അതായത് നടന്മാർക്കായിരുന്നാലും അവരുടെ മാന്യതയെ ഭംഗം വരാത്ത രീതിയിൽ അവർ യോഗ്യമായ അവർക്ക് തന്മയത്വമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന റോളുകൾ കണ്ടെത്തി ഉള്ള കഥകളൊക്കെ മെനഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രധാന റോൾ ഇനി എടുക്കേണ്ടത് ചേംബർ ഓഫ് കോമേഴ്സാണ്, ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമ്മുടെ ചേംബർ മൂലം വളരണം എന്ന് ആശ്വസിക്കുന്നു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.